തണുപ്പ് മാറി വെയിലെത്തിയതോടെ വഴിയോരങ്ങൾ കീഴടക്കിയിരിക്കുന്നു കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ. കരിമ്പിന്റെ മധുരത്തിനോടൊപ്പം തന്നെ നാരങ്ങയും ഇഞ്ചിയും ചേരുമ്പോൾ കരിമ്പിൻ ജ്യൂസിന്റെ രുചി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദാഹമകറ്റി മനസ്സ് നിറഞ്ഞാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ റിപ്പോർട്ട് കാണാം. മഴയും തണുപ്പും മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ പകൽ അന്തരീക്ഷ താപനില ഉയരുകയാണ്. പകൽ ചൂടിൽ തളരുമ്പോൾ ദാഹവും ഒപ്പം ക്ഷീണവും അകറ്റാനുള്ള ഉപാധികളിലൊന്നാണ് കരിമ്പിൻ ജ്യൂസ്. യാത്രാമധ്യേ കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ കണ്ടാൽ കരിമ്പിൻ ജ്യൂസിന്റെ രുചി നുകരാൻ വാഹനങ്ങൾ നിർത്താത്തവർ കുറവാണ്. വെയിലിംഗ് എത്തിയതോടെ വഴിയോരങ്ങളിൽ പലയിടത്തും കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ സജീവമായി. അയൽ സംസ്ഥാനത്തു നിന്നുള്ളവരാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയ്ക്കെത്തിയിട്ടുള്ളവരിൽ അധികവും. കരിമ്പിൻ്റെ മധുരത്തിനൊപ്പം ഒരൽപ്പം നാരങ്ങയും ഇഞ്ചിയും ചേരുമ്പോൾ കരിമ്പിൻ ജ്യൂസിൻ്റെ രുചി വർദ്ധിക്കുന്നു. ദാഹമകറ്റി മനസ്സ് നിറഞ്ഞാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ മടങ്ങുന്നത്. ഞങ്ങളിങ്ങനെ വന്നപ്പം കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടും ഉള്ള കാലാവസ്ഥയാണല്ലോ. അപ്പം ഞാനും കൊച്ചും കൂടെ ഒരെണ്ണം ഇപ്പോൾ കഴിച്ചാണ്. നല്ല കൂളിംഗ് ഉണ്ട്, നല്ല ജ്യൂസാണ്. പിന്നെ വിലയും റീസണബിളാണ്. 30 രൂപയുള്ളൂ. എല്ലായിടത്തും 40-50 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. ഇവിടെ 30 രൂപയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നുമാണ് ജ്യൂസിനായുള്ള കരിമ്പെത്തിക്കുന്നത്. അവ ചീകി വൃത്തിയാക്കി ജ്യൂസ് അടിക്കുവാൻ പാകപ്പെടുത്തുന്നു. ചൂടേറുന്ന ദിവസങ്ങളിൽ വിൽപ്പന തകൃതിയായി നടക്കും. 30 രൂപയാണ് അടിമാലി മേഖലയിൽ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിൻ്റെ വില. വാഹനയാത്രികരാണ് കരിമ്പിൻ ജ്യൂസിൻ്റെ ആവശ്യക്കാരിൽ അധികവും. വേനൽ കനക്കുന്നതോടെ തണലിൽ വണ്ടി ഒതുക്കി കരിമ്പിൻ ജ്യൂസിൻ്റെ കുളിർമയിൽ ദാഹമകറ്റി യാത്ര തുടരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. തൊഴിലില്ലായ്മയെന്ന് പരിതപിക്കുന്ന മലയാളികൾക്ക് മുൻപിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന കുഞ്ഞൻ മാതൃക കൂടിയാണ് അയൽ സംസ്ഥാനത്തു നിന്നെത്തി ചെറിയ മുതൽ മുടക്കിൽ മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്ന ഈ തൊഴിലാളികൾ. കൈരളി ന്യൂസ്, ഇടുക്കി.